ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ മലയാളികളുടെ എല്ലാം ഇഷ്ട വിഭവമായ പരിപ്പുവടയാണ്. സാധാരണ നമ്മൾ പരിപ്പുവട വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്നൊന്നും മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതുപോലെ തന്നെ നല്ല ചൂട് പരിപ്പുവട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല. അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പരിപ്പാണ്. ഇത് അരക്കപ്പ് വടപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതും അരക്കപ്പ് കടലപ്പരിപ്പും കൂടി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം വാർന്ന് വെച്ചതാണ്. ഇനി ഇത് നല്ല പോലെ അരച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഒരു ബാച്ച് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ലപോലെ അരച്ചെടുക്കണം. പിന്നെ ബാക്കി തരിതരിപ്പിൽ അരച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ മിക്സിയിലിട്ട് അരച്ചാലേ ആ തരിതരിപ്പിൽ നമുക്ക് അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പോളം മാറ്റി വെക്കണം. അതും നമുക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1 അല്ലി വെളുത്തുള്ളി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയും കൂടി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമ്മൾ കൈവച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പരിപ്പുവട ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അവസാനം മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ ആദ്യമേ ഉപ്പൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം വെള്ളം ഊറും. ഇനിയാണ് നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ചിക്കൻ മസാലയാണ്. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് കുറച്ച് പെരുങ്കായത്തിൻ്റെ പൊടി, നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കായപ്പൊടിയിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് മറന്നുപോയി. ഇത് ഒന്നിച്ച് ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ മറന്നുപോയതുകൊണ്ടാണ് അവസാനം ചേർക്കുന്നത്. ഈ കായപ്പൊടി എല്ലാം ചേർത്ത് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത ശേഷം മാത്രം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പ് ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചീൻചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെക്കണം. കാരണം ഇനി ഉപ്പ് ചേർത്ത് അധികം സമയം നമ്മളിത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം നേരത്തെ പറഞ്ഞ മാതിരി ഉള്ളിയിൽ നിന്നും അതുമാതിരി വെളുത്തുള്ളിയിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ പരിപ്പോടെ നമുക്ക് ഉരുട്ടിയെടുക്കും പറ്റത്തില്ല. ഇപ്പോൾ ഇതാ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പരിപ്പോടെ ഉരുട്ടിയിടാം. അതിന് കുറച്ച് മാവ് എടുത്തിട്ട് 2 കൈ നല്ലപോലെ ഒന്ന് നനയ്ക്കണം കേട്ടോ. അപ്പോൾ ഇടത്തെ കൈയിലേക്ക് ആ മാവ് വെച്ചിട്ട് വലത്തെ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കൂർപ്പിച്ച് കൊടുക്കണം. നമ്മളുടെ പരിപ്പോടയുടെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കട്ട്ലേറ്റ് പോലെയല്ല, നടുക്ക് കുറച്ച് തിക്നെസ് ഉണ്ടാവും, സൈഡെല്ലാം നല്ല കൂർത്താണ് ഇരിക്കണം. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ അപ്പോൾ അതിങ്ങനെയാണ് ചെയ്യുന്നത്. കൈ 2 നനയ്ക്കാൻ മറന്നു പോകരുത്. കൈ നനച്ചില്ലെങ്കിൽ മാവ് ഒരു കൈയിൽ നിന്ന് വിട്ട് വരത്തില്ല. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഇടാൻ പറ്റത്തില്ല. നമ്മൾ പരിപ്പോട് ഇടുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ. ആ പരിപ്പോടെ ഇട്ട ശേഷം അത് ലോ ഫ്ലെയിം മീൻസ് മീഡിയം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കണം. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ പരിപ്പോടെ ഉള്ള് നല്ലതുപോലെ വെന്ത് പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അധികം ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉൾവശം വേവത്തില്ല. ലോ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. പിന്നെ നമ്മൾ ഈ പരിപ്പുവട ഇടുന്ന വഴിക്ക് എണ്ണ കണ്ടില്ലേ നല്ലപോലെ ബബിൾ വരും. പിന്നെ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ പരിപ്പോടെ മുകളിലേക്ക് പൊന്തിയും വരും. പിന്നെ അതുമാതിരി ഈ കൊമളകൾ അങ്ങ് ഇല്ലാണ്ടാവും. നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ കൊമളയൊന്നും ഇല്ലാതെ എണ്ണ നല്ല ക്ലിയർ ആയിട്ട് വരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒരേപോലെ മൂപ്പിച്ചെടുക്കണം പരിപ്പുവടയുടെ. പിന്നെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ മിക്സിയിൽ പരിപ്പ് അടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി. അതിന് ശേഷം ബാക്കിയുള്ള പരിപ്പ് അധികം വെള്ളം ചേർക്കാതെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം 2-3 പ്രാവശ്യം. ഈ 2-3 സ്പൂൺ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലായിടത്തും നല്ലതുപോലെ കോട്ടായി കിട്ടും. അതുകൊണ്ടാണ് 2-3 സ്പൂൺ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം എന്ന് പറയുന്നത്. ബാക്കി ഒന്ന് തരിതരിപ്പിലാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ പരിപ്പുവട എല്ലാ സൈഡും ഇതാ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഫസ്റ്റ് സെറ്റ് പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു ബ്രൗൺ കളർ വരെ ആയിട്ടെടുക്കണം. അപ്പോഴാണ് നല്ല മൊരിഞ്ഞ് വരുന്നത്. ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ബ്രൗൺ കളറാവും. അപ്പോൾ അടുത്ത സെറ്റ് പരിപ്പുവടയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നേരത്തെ പറഞ്ഞ മാതിരി കൈ 2 നനച്ചിട്ട് ഉള്ളിൽ
മാവ് വെച്ച് പ്രസ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപ്പുവട ഉരുട്ടിയിടാൻ പറ്റും. പക്ഷേ നമ്മൾ മാവ് അരച്ചെടുക്കുന്നത് നല്ല രീതിയിലല്ലെങ്കിൽ അത് പൊട്ടി പോകും. അപ്പോൾ നമ്മൾ മിക്സിയിൽ നിന്ന് അരച്ചെടുക്കുന്ന വഴിക്കാനും ഒന്ന് ഉരുട്ടി നോക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. മാവ് അരച്ചെടുക്കുന്നതിൽ വെള്ളം കൂടിപ്പോയാലും പറ്റത്തില്ല, വെള്ളം കുറഞ്ഞു പോലും പറ്റത്തില്ല. അപ്പോൾ അത് നല്ലതുപോലെ അത് ശ്രദ്ധിക്കണം. അധികം വെള്ളം ചേർത്ത് അരയ്ക്കരുത്, കാരണം പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളം കുറഞ്ഞു പോയാൽ കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ പരിപ്പുവടയും ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമ്മളുടെ പരിപ്പുവട നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചിക്കൻ മസാല ചേർത്ത് ഇതുവരെ പരിപ്പുവട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ട്. എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നല്ല ചൂട് പരിപ്പുവടയും അതുമാതിരി ചൂട് ചായയും കൂടി കഴിക്കാൻ എല്ലാ സമയത്തും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എപ്പോഴും പറയുന്ന മാതിരി തന്നെ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.